മഴത്തോരു മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇന്ന് പറയുന്നത്. കുളത്തൂപ്പുഴയിലെ വിശേഷങ്ങൾ പറയാൻ ബാലചന്ദ്രനെ അലീന എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് രോഹിത്തിനെയും കൃഷ്ണമോളെയും ബബിതയെയും എല്ലാവരെയും അലീന വിളിച്ച് കുറച്ച് സമയമെങ്കിലും കുളത്തൂപ്പുഴയിലെ വിശേഷങ്ങളും കേണലിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ നായ്ക്കുട്ടികളുടെ വിശേഷങ്ങളും എല്ലാം പറയും. പക്ഷേ ഒരു ദിവസം കോള് വന്നില്ല എങ്കിൽ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും സങ്കടമാണ്, വൈജയന്തി ഒഴികെ. അങ്ങനെ ഇരിക്കെ 2 ദിവസമായിട്ടും അലീന വിളിക്കുന്നില്ലല്ലോ എന്ന വിഷമത്തിലാണ് ബാലചന്ദ്രൻ. റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അലീനെ ഇനി അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അലീന എന്തെങ്കിലും തിരക്കിലാണെങ്കിലോ എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ഫോൺ അങ്ങ് താഴെ വയ്ക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ഒരു സമാധാനവും ഇല്ല. അലീന മോക്ക് എന്ത് പറ്റുമോ ആവോ, അല്ലെങ്കിൽ അവൾ എന്നും വിളിക്കുന്നതാണല്ലോ, എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ അവൾ എന്നെ വിളിക്കാതിരിക്കില്ല. ഇനി സ്റ്റാൻലി എങ്ങാനും വിളക്കി കാണുമോ എന്നെ വിളിക്കരുതെന്ന്? അതിലൊന്നും അലീന വീഴില്ല. അവൾക്കറിയാം അച്ഛൻ അവളോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന്. അതൊരു സ്റ്റാൻലി വിളിക്കാലും ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തെ അത് വേർപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടൊന്നും ആയിരിക്കില്ല, അവൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും, വിളിക്കുമായിരിക്കും. അങ്ങനെ ബാലചന്ദ്രൻ പല കാര്യങ്ങളും ആലോചിച്ച് കട്ടിലിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഉറക്കം വരുന്നില്ല. വീണ്ടും എണീറ്റ് താഴെ വരുമ്പോൾ രോഹിത്തും ബബിതയും കൃഷ്ണമോളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. രോഹിത്തെ മോനെ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ അച്ഛാ, എന്തു പറ്റി? അച്ഛൻ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? ഞങ്ങളോട് എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടല്ലേ അച്ഛൻ പോയത്? എന്താ അച്ഛാ, സുഖമില്ലേ? ഹോസ്പിറ്റലിൽ പോണോ? എടാ മോനെ, നിന്നോട് ഇങ്ങോട്ട് പറയാനല്ലേ ഞാൻ പറഞ്ഞോളൂ. നീ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്? അച്ഛന് ഒരു കുഴപ്പമില്ല. എടാ അലീന വിളിക്കാറുണ്ടോ നിങ്ങളെ? അപ്പോൾ രോഹിത്തിന് കാര്യം പിടികിട്ടി. ഓ, അലീന ചേച്ചി 2 ദിവസമായിട്ട് വിളിക്കുന്നില്ല. അതാണ് അച്ഛനിപ്പോൾ ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം. സ്വന്തം മക്കളെ വിളിച്ചില്ലെങ്കിലും അച്ഛന് ഒരു കുഴപ്പമില്ല. അലീന ചേച്ചി വിളിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ ഉറക്കം കെടുവല്ലേ? എടാ ആരാടാ പറഞ്ഞത് അവൾ എൻ്റെ സ്വന്തം അല്ലെന്ന്? എൻ്റെ സ്വന്തം മോള് തന്നെയാ, ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അയ്യോ അച്ഛാ പിണങ്ങല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അലീന ചേച്ചി ഇപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങളെ ആരെയും വിളിക്കുന്നില്ല. അപ്പോൾ ബാലചന്ദ്രൻ കൃഷ്ണമോളോടും ബബിതയോടും ചോദിക്കുന്നുണ്ട്, അതേടി മോളെ, നിങ്ങൾ ആരെയും വിളിക്കുന്നില്ലേ? ഇല്ല അച്ഛാ, അലീന ചേച്ചി അഞ്ചലിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അതച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്നിട്ട് എന്താ പറ്റിയെന്നൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. ഇനി എന്താ ചെയ്യുക? 2 ദിവസമായിട്ട് ഒരു വിവരവും ഇല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞത് അവളോട്, ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവരുത്, നീ കുളത്തൂപ്പുഴയിൽ നിന്നാൽ മതിയെന്ന്. പക്ഷെ കേൾക്കണ്ടേ, അവിടെയും കുറേ കാര്യങ്ങൾ ശരിയാക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് എടുത്തു ചാടി പോയത്. കൂടെ അവളുടെ ഔതുക്കുട്ടിച്ചായൻ എന്ന് പറയുന്ന അപ്പച്ചനും ഉണ്ട്. പക്ഷേ സ്റ്റാൻലി ജോസഫ് പോയിട്ടില്ല. സ്റ്റാൻലി ജോസഫ് താല്പര്യമില്ലാതെ ആണെന്ന് തോന്നുന്നു അലീനെ അങ്ങോട്ടേക്ക് വിട്ടത്. ഞാൻ എന്തായാലും സ്റ്റാൻലി ഒന്ന് വിളിക്കാം. അയാൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും, എന്നാലും എനിക്കെൻ്റെ മോളെ കാര്യം അറിയണ്ടേ. ഞാൻ വിളിക്കാം അല്ലേടി മോളെ? അച്ഛൻ ധൈര്യമായിട്ട് വിളിക്കച്ചാ. അപ്പോൾ രോഹിത്തും പറയുന്നുണ്ട്, എന്ത് പറയാനാ കേണൽ, അച്ഛൻ വിളിക്കച്ചാ. അലീന ചേച്ചിയെ കൊണ്ടാക്കിയത് അച്ഛനല്ലേ, അപ്പോൾ അലീന ചേച്ചിയുടെ ഉത്തരവാദിത്വം ഒന്നും അച്ഛൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. അലീന ചേച്ചിയുടെ യഥാർത്ഥ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടെത്തിച്ചെന്നും പറഞ്ഞ് അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും അങ്ങനെ തീരുന്നില്ല. അച്ഛൻ ധൈര്യമായിട്ട് വിളിക്ക്. എങ്കിൽ ശരി, ഞാനൊന്ന് സ്റ്റാൻലിയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ സ്റ്റാൻലിയെ വിളിക്കുകയാണ്. ബാലചന്ദ്രൻ്റെ നമ്പർ കാണുമ്പോഴേ സ്റ്റാൻലിക്ക് ഒരു വെറുപ്പോട് കൂടിയൊക്കെയാണ് എടുക്കുന്നത്. അതും പോയിട്ട് ഇനി അലീനയുടെ കാര്യങ്ങൾ ചോദിക്കും, അലീനയുടെ വിശേഷങ്ങൾ പറയണം, അതൊക്കെ അറിയാം സ്റ്റാൻലിക്ക്. അതുകൊണ്ട് എന്തോ ഒരു വൈഷമ്യത്തോടു കൂടി തന്നെയാണ് ബാലചന്ദ്രൻ്റെ കോൾ എടുക്കുന്നത്. എടുത്ത ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമസ്കാരം സ്റ്റാൻലി ജോസഫ്. സ്റ്റാൻലി പറയുന്നുണ്ട്, നമസ്കാരം. എന്തുണ്ട് ബാലചന്ദ്രൻ, സുഖമല്ലേ? എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, എന്ത് വിശേഷങ്ങൾ, എനിക്കിനി എന്ത് വിശേഷം ഉണ്ടാവാനാ സ്റ്റാൻലി ജോസഫ്? എൻ്റെ മകളെ ഞാൻ അങ്ങ് കൊണ്ടെത്തിച്ചു. അവളുടെ കാര്യം മാത്രം എനിക്കറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ബാലചന്ദ്രനും സ്റ്റാൻലി ജോസഫിനോട് മറ്റു കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യമേ ഇല്ല. അലീന ആ ഒരാളുടെ കാര്യം മാത്രം വിചാരിച്ചിട്ടാണ് സ്റ്റാൻലി ജോസഫിനോട് ബാലചന്ദ്രൻ സംസാരിക്കുന്നത് തന്നെ. തൻ്റെ ഭാര്യയുടെ കാമുകനായിരുന്ന സ്റ്റാൻലി ജോസഫ് തൻ്റെ ഭാര്യയ്ക്ക് കല്യാണത്തിന് മുന്നേ മറ്റൊരു പുരുഷനിൽ കുട്ടിയുണ്ടായി. അതിൻ്റെ ഉത്തരവാദി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബാലചന്ദ്രൻ അയാളോട് സംസാരിക്കാനേ താല്പര്യമില്ല. മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്,
ഞാൻ വിളിച്ചത് അലീനയുടെ കാര്യം തിരക്കാനാണ്. അലീന മോൾ അവിടെ ഇല്ലേ? അപ്പോൾ ഒരു പരുങ്ങലോട് കൂടിയാണെങ്കിലും സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, ഇല്ല. എവിടെ പോയി? അഞ്ചലിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻലി ജോസഫ് പറയാണ്, ആ കാര്യം പറഞ്ഞു അല്ലേ? ആ ആ അതവൾ പറഞ്ഞു. പക്ഷേ അതിന് ശേഷം അവളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവൾ ഇങ്ങോട്ട് വിളിക്കുന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുന്നതാ. ഇല്ലെങ്കിൽ കിടക്കാൻ നേരത്തെങ്കിലും ഒരു പ്രാവശ്യം എന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞാലേ അവൾക്ക് സമാധാനം കിട്ടുള്ളൂ. എന്നിട്ട് എന്നോട് മരുന്ന് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തിരക്കും. 2 ദിവസമായിട്ട് ഒരു അറിവുമില്ല. അതുകൊണ്ട് മനസ്സിന് എന്തോ ഒരു വിങ്ങൽ പോലെ. അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സ്റ്റാൻലി ജോസഫ് എനിക്ക് സഹിക്കില്ല. ഞാൻ അവളെ കൊണ്ടുവിടുമ്പോഴേ പറഞ്ഞതാ, എൻ്റെ ഉള്ളം കയ്യിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചതാ എൻ്റെ മോളെ. നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ എൻ്റെ ജോലി കുറയുന്നതല്ല. പക്ഷേ നിങ്ങളെ അവൾക്ക് കുറച്ചുകൂടെ ഇവിടെ കിട്ടുന്നതിനേക്കാളും സുരക്ഷിതത്വം കിട്ടും. അവൾ കുറച്ചുകൂടെ സന്തോഷമായിട്ടിരിക്കട്ടെ. അവൾ എത്തേണ്ട കൈകളിൽ തന്നെയല്ലേ എത്തിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അവളെ എൻ്റെ കൈകളിൽ നിന്നും പറിച്ച് നിങ്ങളിലേക്ക് തന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൾ വെറും ഒരു വീട്ടു ജോലിക്കാരി മാത്രമാകും. അത് വൈജയന്തി അവൾ അങ്ങനെ ആക്കും. അതുകൊണ്ട് മാത്രമാണ് അവൾ ഈ സുഖസൗകര്യങ്ങളെല്ലാം അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്? ഇതെല്ലാം കേൾക്കുമ്പോഴും സ്റ്റാൻലി ജോസഫിന് മനസ്സിൽ സന്തോഷമാണ്. തൻ്റെ മകളുടെ അച്ഛനല്ലാതിരുന്നിട്ടും തന്നെക്കാളേറെ തൻ്റെ മകളെ സ്നേഹിക്കുന്ന ബാലചന്ദ്രൻ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, എൻ്റെ മകളെ നിങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ബാലചന്ദ്രൻ. എന്നോട് പോലും അവൾക്ക് ഇതുവരെയായിട്ടും നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൾ നിങ്ങളെ 100 പ്രാവശ്യം അച്ഛ അച്ഛ എന്ന് വിളിക്കും. എന്നെ പപ്പ എന്ന് വിളിക്കാനും മടിയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു തരുന്നവളാ അലീന. അപ്പോൾ നിങ്ങൾ എത്ര കൊടുത്തോ അതിൻ്റെ ഇരട്ടിയായിട്ടേ അവൾ തിരിച്ചു തരുവുള്ളൂ. കൊടുത്തില്ലെങ്കിൽ ഒന്നും കിട്ടില്ല സ്റ്റാൻലി ജോസഫ്. ഞാൻ എൻ്റെ മകളെപ്പോലെ അവളെ സ്നേഹിക്കുന്നത്. എൻ്റെ മക്കളിൽ ഒരാളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവളുടെ കണ്ണൊന്ന് നനഞ്ഞാൽ, അവളുടെ ശബ്ദം ഒന്ന് കേട്ടില്ലെങ്കിൽ എനിക്കെന്തോ ഒരു നെഞ്ചിരിപ്പാണ്. ആ ഒരു നെഞ്ചിരിപ്പ് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നിങ്ങളുടെ മകളോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹം തോന്നിയിട്ടുണ്ടോ സ്റ്റാൻലി ജോസഫ്? ആ സ്നേഹം അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 100 ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു തരും. അതുറപ്പാ. ആരെയും വഞ്ചിക്കണമെന്നോ ചതിക്കണമെന്നോ കള്ളത്തനം കാണിക്കണമെന്നോ ഒന്നും അവൾക്കില്ല. പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റാൻലി ജോസഫ് പറഞ്ഞു, അതെ, ശരിയാ നിങ്ങൾ പറഞ്ഞത്. എന്നെങ്കിലും തിരിച്ചു കിട്ടുമായിരിക്കും ആ സ്നേഹം. നിങ്ങൾ കാണിക്കുന്നത് പോലെ അങ്ങോട്ട് കാണിക്കാൻ എന്തോ എനിക്ക് കഴിയുന്നില്ല. എന്നിലെ സ്നേഹമൊക്കെ എവിടെയോ പോയതുപോലെ തോന്നുന്നു. പക്ഷേ അലീന വന്നപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് മാറ്റമുണ്ട് സ്റ്റാൻലി ജോസഫ്. ഞാൻ എൻ്റെ സ്നേഹം അവളോട് പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇത്രയും പോരാ എന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ വിളിച്ച കാര്യം നിങ്ങളൊന്നും പറഞ്ഞില്ല അലീനെ പറ്റി. സ്റ്റാൻലി ജോസഫ്, എന്നോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നരുത്. ഞാൻ പല പ്രാവശ്യം അലീനയോട് വാൺ ചെയ്തതാണ് അഞ്ചലിലേക്ക് പോകണ്ട എന്ന്. അവിടെ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് എനിക്ക് മുൻകൂട്ടി അറിയാം. എൻ്റെ ഭാര്യ എന്ന് പറയാം, നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു അവളുടെ സഹോദരൻ ഞാനും അവിടെ ഉണ്ട്. ഞാൻ അവളോട് ആദ്യമേ പറഞ്ഞതാ, നീ അവിടെ ചെന്ന് കയറിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പോണ്ട. പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞ് ഞാൻ നേരിട്ട് അവരെയെല്ലാം കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രം പോയാൽ മതിയെന്ന്. പക്ഷേ പറഞ്ഞാൽ കേൾക്കണ്ടേ? അവൾക്ക് അവളുടെ സ്വന്തം ഇഷ്ടം നടത്തണം ബാലചന്ദ്രൻ. അവളെന്തോ നന്നാക്കാൻ വേണ്ടി പോയതാ. എൽസമ്മയും എൻ്റെ 2 മക്കളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് കുളത്തൂപ്പുഴയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോയതാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൽസമ്മയുടെ ചേച്ചി റീത്താമ്മ എവിടെയുണ്ട്. അങ്ങനെ അവരുമായിട്ട് എന്തോ കശപിശ ഉണ്ടായി എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അവസാനം
എൽസമ്മയുടെ സഹോദരൻ ഔസേപ്പ് മോളെ ഒന്ന് പിടിച്ച് തള്ളി. അവൾ വന്ന് വീണു, തലയൊന്ന് പൊട്ടി, 4 സ്റ്റിച്ചുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രന് വല്ലാതെ ടെൻഷനാവുകയാണ്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇത് സ്റ്റാൻലി ജോസഫ്? അവിടെയെങ്കിലും അവൾക്കൊരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. ഇവിടെ ആയിരുന്നപ്പോൾ അവളുടെ ശരീരത്തിൽ ഒരു പിടി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. വാക്കുകൾ കൊണ്ട് നോവിക്കും, പക്ഷേ ശരീരത്തിൽ തൊടാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. നിങ്ങൾ എന്താ കാണിക്കുന്നത്? അവിടെ പോയാൽ അത്ര അപകടമാണെങ്കിൽ അവളെ വിടരുതായിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തന്നേക്കണമെന്ന്. ഒറ്റ വിളി മാത്രം മതി, ഞാൻ വന്ന് അവളെ കൊണ്ടുപോരും. എൻ്റെ ഭാരം ഞാൻ പറഞ്ഞില്ലേ, ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തതല്ല. അവൾ എനിക്കൊരു ഭാരമായിട്ട് തോന്നിയിട്ടുമില്ല, ഇനി തോന്നുകയുമില്ല. അപ്പോൾ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ എൻ്റെ മകളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അവൾ തന്നിഷ്ടത്തിന് പോയതാണ്, അവൾ അപ്പച്ചനെയും കൂട്ടി. എൻ്റെ അപ്പച്ചനും കൂടെ ഉണ്ടായിരുന്നു അവളുടെ കൂടെ. 2 പേരും പറഞ്ഞിട്ട് കേട്ടില്ല. അവിടെ ചെന്ന് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ശരിയാക്കി ഇങ്ങോട്ടേക്ക് 2 പേരെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി സ്റ്റാൻലി ജോസഫ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ മോളെ ഒന്ന് എനിക്ക് വിളിക്കാൻ പറ്റുമോ? അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അത് ബാലചന്ദ്രൻ, അവളുടെ ഫോൺ അവളുടെ കയ്യിലില്ല. അത് അപ്പച്ചൻ്റെ കയ്യിൽ എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ വാങ്ങി അവളുടെ കയ്യിൽ കൊടുക്കാം. അതാ നിങ്ങൾ വിളിക്കുമ്പോൾ അവൾ എടുക്കാത്തത്. ഹോസ്പിറ്റലിൽ 2 ദിവസം ICUവിലായിരുന്നു. തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കിടത്തിയതാ. വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വാർഡിലേക്ക് മാറ്റി. ഇന്ന് ഞാൻ അവളെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ, എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണണം. നിങ്ങൾ ചെന്ന ഉടനെ ആ ഫോണൊന്ന് എൻ്റെ മോളുടെ കയ്യിൽ കൊടുക്കണേ, എന്നിട്ട് അച്ഛൻ വിളിച്ചിരുന്നു എന്ന് പറയണം. ശരി ബാലചന്ദ്രൻ, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. അവിടെ ചെന്ന ഉടനെ ആ ഫോൺ വാങ്ങി ഞാൻ അലീനയെ കൊണ്ട് നിങ്ങളെ വിളിപ്പിക്കാം. അങ്ങനെ ഫോൺ വച്ചു കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ ഓടി രോഹിത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, സ്റ്റാൻലി ജോസഫിനെ വിളിച്ചായിരുന്നോ? വിളിച്ചു മോനെ. എന്നിട്ട് എന്ത് പറഞ്ഞു? അലീന ചേച്ചി എവിടെയാ? അലീന ചേച്ചി എന്താ നമ്മളെ വിളിക്കാത്തത്? എന്ത് പറ്റിയച്ചാ? അച്ഛൻ ഇവിടെ നിന്ന് തിരിച്ചു പോയതുപോലെ അല്ലല്ലോ ഇപ്പോൾ ഫോൺ ചെയ്ത് വന്നപ്പോൾ അച്ഛൻ്റെ മുഖം എന്തോ ഒരു ടെൻഷൻ പോലെ. എന്താ അച്ഛാ, ഞങ്ങളോട് പറയ്. വേറെ ഒന്നുമില്ലടാ മോനെ, അവൾ അവിടെ ചെന്നിട്ടും ഓരോ പ്രശ്നപരിഹാരത്തിന് നടക്കുക. അങ്ങനെ അവിടെ എന്തോ ചെറിയ പ്രശ്നമുണ്ടായി. ആ സ്റ്റാൻലി ജോസഫിൻ്റെ ഭാര്യയുടെ സഹോദരൻ മോളെ പിടിച്ചൊന്ന് തള്ളിയെന്ന്. അങ്ങനെ എന്തോ തലയിടിച്ചു പൊട്ടി 4 സ്റ്റിച്ചുണ്ടോ ഹോസ്പിറ്റലിൽ കിടക്കുന്നെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾ ഓടി വരുന്നുണ്ട്. അയ്യോ അച്ഛാ, എന്താ പറ്റിയത് ചേച്ചിക്ക്? അച്ഛാ, അച്ഛൻ കാണാൻ പോകുന്നുണ്ടോ ചേച്ചിയെ? ഇപ്പോൾ ഹോസ്പിറ്റലിലാണോ അതോ വീട്ടിൽ കൊണ്ടുവന്നോ? ഈ അലീന ചേച്ചിയുടെ കാര്യം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി തലയിടും. എല്ലാവരെയും നന്നാക്കണം അലീന ചേച്ചിക്ക്. അലീന ചേച്ചി എനിക്കൊന്ന് കാണണമല്ലോ അച്ഛാ. മോളെ, അവളിപ്പോൾ അഞ്ചലിലെ ഹോസ്പിറ്റലിലാണ്. അയാൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സ്റ്റാൻലി ജോസഫ്. അവിടെ ചെന്നിട്ട് ഫോണ് അവളുടെ കയ്യിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. വന്ന് വീണപ്പോൾ ഫോൺ എങ്ങോട്ട് തെറിച്ചു പോയി. അതാ അവളുടെ അപ്പച്ചൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന്. അതാ അലീനെ വിളിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാത്തത്. സ്റ്റാൻലി ജോസഫ് ചെന്ന് ഉടനെ ആ ഫോൺ വാങ്ങി അലീനയുടെ കയ്യിൽ കൊടുത്ത് നമ്മളെല്ലാം വിളിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അച്ഛാ, എന്നാലും അച്ഛാ, ഓ പേടിക്കണ്ടെന്നാ പറഞ്ഞത്. അവൾ വിളിക്കൂടാ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം അലീന വിളിക്കുകയാണ് ബാലചന്ദ്രനെ. അച്ഛാ, മോളെ, നിനക്ക് എന്താ മോളെ പറ്റിയത്? ഞാൻ സ്റ്റാൻലി പറഞ്ഞറിഞ്ഞു നിനക്ക് തലയിൽ മുറിവുണ്ട്, 4 സ്റ്റിച്ചുണ്ടെന്നൊക്കെ. എന്താടി ഇത്? നീ അവിടെ ചെന്ന് എല്ലാവരെയും നന്നാക്കാൻ ശ്രമിക്കുകയാണോ? നിനക്ക് കിട്ടിയതൊന്നും പോരേ മോളെ. അവിടെയെങ്കിലും നീ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയാ ഈ വൈജയന്തിയുടെ അടുത്ത് നിന്ന് നിന്നെ പറിച്ച് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ട് നട്ടത്. എന്നിട്ട് നീ ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരെ നന്നാക്കാൻ ശ്രമിക്കുന്നോ? നല്ല മുറിവുണ്ടോ മോളെ? നിനക്ക് വേദനയുണ്ടോ?
എൻ്റെ അച്ഛനൊന്ന് സമാധാനപ്പെട്. എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. എന്തെങ്കിലും വേദനയൊക്കെ സഹിച്ചാലല്ലേ അച്ഛാ നമുക്ക് നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അമ്മയുടെ അടുത്ത് വന്ന് നിന്നപ്പോൾ എന്തെല്ലാം ഞാൻ വേദനകൾ സഹിച്ചു, അമ്മ എന്തെല്ലാം പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റിയില്ലേ അച്ഛാ. എനിക്കിങ്ങനെ നല്ലൊരു അച്ഛനെ കിട്ടിയില്ലേ. അപ്പം ഞാൻ അതൊക്കെ അവിടെ സഹിച്ച് നിൽക്കണ്ടായിരുന്നോ? അതുപോലെ പപ്പയുടെ ജീവിതത്തിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അച്ഛാ. പപ്പയുടെ ഭാര്യ, അതായത് എൽസാമ്മ, അവർക്ക് 2 കുട്ടികളുണ്ട്. അവരൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നുമില്ല, പപ്പ അങ്ങോട്ടേക്ക് പോകുന്നുമില്ല. പക്ഷേ മാസാമാസം വലിയൊരു തുക പപ്പ അയച്ചു കൊടുക്കുന്നുമുണ്ട്. ഇവർക്കാർക്കും അത് മനസ്സിലാവുന്നുമില്ല. പപ്പയുടെ ഭാര്യ എൽസാമ്മയുടെ ചേച്ചി റീത്താമ്മയുണ്ട്. അവരാളിച്ചിരി പെശക. അവരെയും കൂടെ വഴിതെറ്റിക്കുന്നത്, എൽസാമ്മയും കൂടെ. അവരോരോന്നും ഇങ്ങനെ പറഞ്ഞ് വഴിതെറ്റിച്ച് വിടും അച്ഛാ. പപ്പ പൈസയൊന്നും കൊടുക്കുന്നില്ല, നമ്മുടെ കാര്യമൊന്നും നോക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ മാസാമാസം പപ്പ വലിയൊരു തുക അവിടെ പപ്പയുടെ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും എൽസാമ്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും അയച്ചു കൊടുക്കുന്നത് ഈ പപ്പയുടെ ചേച്ചി റീത്താമ്മയുടെ പേരിലാണ്. അവരതിനെ മുഴുവനും ചിലവാക്കുന്നുണ്ട്. എന്നിട്ട് എൽസാമ്മയോട് ഓരോ നുണകൾ പറയും. വെറും തുച്ഛമായ പൈസയാണ് അയച്ചു തന്നതെന്ന് പറയും. ഇതിലെങ്ങനെയാ മക്കളുടെയും നിൻ്റെയും ചിലവ് നടത്തുക എന്നും പറയും. പപ്പ സമ്പാദിച്ച വീട്ടിലാ അച്ഛാ ആ റീത്താമ്മയൊക്കെ താമസിക്കുന്നത്. എന്നിട്ടും ഇത്ര അഹങ്കാരമോ? ഒരാൾ ചെയ്യുന്ന നന്മ കണ്ടറിഞ്ഞ് ഓരോന്ന് പറയണ്ടേ അച്ഛാ. അവരിങ്ങനെ ദുഷിക്കണോ? കള്ളന്മാരാക്കണോ? ആ കാര്യത്തിലൊക്കെ പാവം പപ്പ ഒന്നും ഇടപെടാറില്ല അച്ഛാ. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് പപ്പയും എൽസാമ്മയും തമ്മിലുള്ള ബന്ധമൊക്കെ ഇത്രയധികം ദൂരത്തിലായി പോയതെന്ന്. ഞാൻ വിചാരിച്ചു അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർ തിരിച്ച് കടുക്കൂട്ടത്തേക്ക് വരുമെന്ന്. പക്ഷേ അവരവരുടെ ചേച്ചി റീത്താമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ അച്ഛാ. അവർ പറയുന്നത് പപ്പ ഒന്നും കൊടുക്കാറില്ല, റീത്താമ്മയാണ് അവരുടെ ചിലവെല്ലാം നടത്തുന്നതെന്നാണ്. അല്ല, റീത്താമ്മ അവർ വിശ്വസിക്കുന്ന രീതിയിൽ ഓരോ കള്ളങ്ങളും ഉണ്ടാക്കി പറയുന്നുമുണ്ട്. റീത്താമ്മയുടെ സഹോദരൻ ഔസേപ്പ് എന്ന് പറയുന്ന ഒരാളുണ്ട് അച്ഛാ. അയാളും ഇവരുടെ കൂട്ടത്തിൽ തന്നെയാണ്. പപ്പയുടെ പൈസ വെറുതെ തിന്നു മുടിക്കുക, ഒരു ജോലിക്കും പോവില്ല അച്ഛാ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എങ്ങനെയാ അച്ഛാ കണ്ടുകൊണ്ട് നിൽക്കുന്നത്? അനീതിക്കെതിരെ പ്രതികരിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സഹിച്ചേ പറ്റുള്ളൂ അച്ഛാ. അല്ലാതെ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. വെറുതെ പൈസ ഇങ്ങനെ തിന്നു മുടിച്ച് കളയുന്നു, എന്നിട്ട് പപ്പയും എൽസാമ്മയും തമ്മിൽ അകറ്റാൻ നോക്കുന്നു. എന്തു ക്രൂരതയാണ് അച്ഛാ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും പപ്പയുടെ ജീവിതം കുറച്ചുകൂടെ നല്ലതാക്കണം. പപ്പ ഇങ്ങനെ കള്ളും കുടിച്ച് മറ്റൊരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ കിട്ടുന്ന പൈസയെല്ലാം ദൂർത്തടിച്ച് എല്ലാവർക്കും ഇങ്ങനെ ധാരാളിച്ച് കളഞ്ഞിട്ട് എന്ത് നേട്ടം ഉണ്ടാവാനാണ് അച്ഛാ. അതുകൊണ്ട് ഞാൻ എന്തായാലും പൊരുതാൻ തന്നെ തീരുമാനിച്ചു. എടി മോളെ, നീ ഒരാൾ വിചാരിച്ചാൽ റെഡിയാവുന്നതാണോ ഇതൊക്കെ? അച്ഛനറിയാലോ എൻ്റെ കാര്യം. അതുകൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അച്ഛാ. ഞാൻ എന്തായാലും അവരോട് പ്രതികരിക്കുക തന്നെ ചെയ്യും. ഞാൻ പോരാടാൻ തന്നെ തീരുമാനിച്ചു അച്ഛാ. ആദ്യമൊക്കെ എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടാവും, എനിക്കറിയാം. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്തായാലും ഇതിനെതിരെ ഞാൻ പോരാടുക തന്നെ ചെയ്യും. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഇന്ന് വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് പോവും. എന്നിട്ട് നാളെ രാവിലെ തന്നെ അപ്പച്ചനെയും കൂട്ടി വീണ്ടും അഞ്ചലിലെ വീട്ടിലേക്ക് പോവും. ഞാൻ പോവാതിരുന്നാൽ ഞാൻ പേടിച്ച് പിന്മാറിയതാണെന്ന് ഔസേപ്പും എൽസാമ്മയും റീത്താമ്മയും എല്ലാം വിചാരിക്കും. അങ്ങനെ പിന്മാറാൻ പാടില്ലല്ലോ അച്ഛാ. ഞാൻ എന്തായാലും നാളെ തന്നെ അങ്ങോട്ടേക്ക് പോവും. അവിടെ 2 ദിവസം താമസിക്കും. പതിയെ എൽസാമ്മയോട് കാര്യങ്ങളെല്ലാം പറയും. റീത്താമ്മ ചെയ്യുന്ന കള്ളത്തനങ്ങളെല്ലാം ഞാൻ പൊളിക്കും, അതുപോലെ ഔസേപ്പിൻ്റെയും. അപ്പോൾ എൽസാമ്മ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരിച്ച് പപ്പയുടെ കൂടെ കുളത്തുപുഴയിലേക്ക് വരും. ഇതൊക്കെയാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നന്നായി മോളെ, നന്നായി. നിൻ്റെ സ്വഭാവം അതിനെ ആർക്കും മാറ്റിയെടുക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പോലും നീ കളയാൻ തയ്യാറായിട്ടുള്ളവളാണ്. അന്ന് ശരണ്യയുടെ കാര്യവും ഇപ്പോൾ നിനക്ക് ഓർമ്മയില്ലേ? അന്ന് നിൻ്റെ തലയിൽ കൂടെ മണ്ണെണ്ണ ഒഴിച്ച് ഒരു പച്ചയ്ക്ക് കത്തിക്കാൻ നോക്കിയപ്പോൾ പോലും നീ വിട്ടുകൊടുത്തില്ല.
എൻ്റെ രോഹിത്തിന് വേണ്ടി നീ പൊരുതി, അല്ല നിൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട് നീ പൊരുതി. അതുകൊണ്ട് എനിക്കറിയാം നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വൈകിട്ടാണെങ്കിലും അത് നല്ലതിനായിട്ടേ വരുള്ളൂ. എൻ്റെ മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഒരു കാരണവശാലും പേടിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ അച്ഛനെ നീ വിളിക്കണം. അച്ഛൻ എന്നും കൂടെ ഉണ്ടാവും. വിളിക്കാം അച്ഛാ. അച്ഛൻ്റെ ഈ വാക്കുകൾ മാത്രം മതി എനിക്ക് മുന്നോട്ട് പോവാൻ. സ്റ്റാൻലി പപ്പ എല്ലാത്തിനും എതിരാ അച്ഛാ. എന്ത് കാര്യം പറഞ്ഞാലും സ്റ്റാൻലി പപ്പ എതിരാ. ഇപ്പോഴും പട്ടാളത്തിലാണെന്ന വിചാരം. ഓരോ കാര്യങ്ങൾ ഓർഡർ ഇടുന്നു, യജമാനന്മാർ അതെല്ലാം സമയത്തിന് അനുസരിക്കുന്നു. ഇതാ ഇവിടുത്തെ രീതി. പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡായെന്ന് ഇപ്പോഴും പറഞ്ഞ മനസ്സിനെ പഠിപ്പിക്കാൻ പപ്പയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും വലിയ കേണലാണെന്ന അച്ഛാ വിചാരം. എന്നോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കാറ്. ഒരു താഴ്ന്ന ജോലിക്കാരനോട് ഒരു വലിയ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. ഒന്ന് സ്നേഹത്തോടെയും വാത്സല്യത്തോടു കൂടി ഒന്ന് വിളിച്ചിട്ട് എത്ര ദിവസമായച്ചാ. അച്ഛൻ എന്നെ 1000 തവണ മോളെ മോളെ എന്ന് വിളിക്കുമ്പോൾ ഞാനിവിടെ ആഗ്രഹിക്കാറുണ്ടോ ഒരു പ്രാവശ്യമെങ്കിലും മനസ്സറിഞ്ഞ് എന്നെ ഒന്ന് മോളെ എന്ന് വിളിച്ചിരുന്നെങ്കിലൊന്ന്. ശരിയാവുമായിരിക്കും അല്ലേ അച്ഛാ? പിന്നെ ശരിയാകാതെ എവിടെ പോവാനാടി? അയാളുടെ മനസ്സിൽ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അയാളുടെ അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ അയാൾക്ക് അറിയില്ല. ഭാര്യയുമായിട്ടൊക്കെ പിരിഞ്ഞ് കഴിയുന്നതല്ലേ. അതുപോലെ മക്കളോടും വലിയ സ്നേഹമൊന്നും അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും മോളെ നീ മാറ്റിയെടുക്കണം. നിന്നെക്കൊണ്ട് വിചാരിച്ചാൽ സാധിക്കാത്തത് എന്താടി ഉള്ളത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ പറയാം. അവിടെ ഞാൻ വന്ന് നിന്നിട്ട് അമ്മയെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, എടി അത് മോളാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. എവിടെന്നോ വന്നൊരു വേലക്കാരി, ഭർത്താവിനെ മയക്കെടുക്കാൻ ശ്രമിക്കുന്നവൾ, അങ്ങനെയൊക്കെയല്ലേ അവൾ വിചാരിക്കുന്നത്. അല്ലാതെ അല്ലല്ലോ. മകളാണെന്നറിഞ്ഞെങ്കിൽ അവൾ നിന്നെ തലയിൽ ചുമന്നുകൊണ്ട് നടന്നേനെ. പിന്നെ ഞങ്ങളെ ആരെ അവൾ തിരിഞ്ഞു നോക്കില്ല. അതുപോട്ടെ, അത് വേറൊരു കാര്യം. പക്ഷെ എന്നെ ചതിച്ചിട്ട് 23 കൊല്ലങ്ങൾ എൻ്റെ കൂടെ താമസിച്ചവൾക്ക് എൻ്റെ മനസ്സൊരിക്കലും മാപ്പ് കൊടുക്കില്ല. അച്ഛാ, ആ കാര്യം പറയണ്ട അച്ഛാ, അത് വിട്ടുകളാം. ഞാനതൊക്കെ വിട്ടു. നീ പറ മോളെ. സൂക്ഷിക്കണം കേട്ടോ. സമയത്തിന് ഭക്ഷണം കഴിക്കണം. ആ മുറിവ് ഉണങ്ങുന്നത് വരെ തലയിലൊന്നും വെള്ളം നനച്ചേക്കരുത്. ഇല്ല അച്ഛാ, ഞാൻ എന്താ കുഞ്ഞു കുട്ടിയാണോ? എനിക്കറിയാം അച്ഛാ, ഞാൻ അതുപോലെ ചെയ്തോളാം. അച്ഛൻ എന്നെ ഉപദേശിക്കുന്നുണ്ടല്ലോ. അച്ഛൻ സമയത്തിന് മരുന്ന് കഴിക്കാറുണ്ടോ? ഭക്ഷണം കഴിക്കാറുണ്ടോ? കൃഷ്ണമോളൊക്കെ ഞാൻ പഠിപ്പിച്ചതുപോലെ എല്ലാം ചെയ്തു തരുന്നില്ലേ? ഉണ്ടടി മോളെ, ഉണ്ട്. ഞാൻ സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ട്, സമയത്തിന് ഉറങ്ങാറുണ്ട്, സമയത്തിന് മരുന്ന് കഴിക്കാറുണ്ട്. പോരെ ഇതൊക്കെ? മതി. അച്ഛൻ ആരോഗ്യം ശ്രദ്ധിക്കണം. അച്ഛൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ അവിടെ അറിയാലോ, 3 പിള്ളേരാണ് ഉള്ളത്. എൻ്റെ മോളെ, അങ്ങനെയൊന്നും ഞാൻ പോവില്ല. എനിക്ക് ചെയ്തു തീർക്കാനേ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ ഈ ലോകം വിട്ട് പോവുള്ളൂ. അച്ഛാ, എന്താ അച്ഛാ ഈ പറയുന്നത്? ഒന്ന് മതിയാക്ക്. അങ്ങനെയൊന്നും പറയരുതേ അച്ഛാ. അച്ഛാ, പിന്നെ ഞാൻ വച്ചോട്ടെ. ഡോക്ടർ വന്നു. ഇനി ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ വൈകുന്നേരം വീട്ടിൽ പോവാം. ശരി മോളെ, സൂക്ഷിക്കണേ. അച്ഛൻ വയ്ക്കുവാണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വിളിക്കണം. അച്ഛൻ അങ്ങ് പറന്നു വരും. ശരി അച്ഛാ, ശരി. വയ്ക്കുവാണേ എന്ന് പറഞ്ഞ് അലീനയും ഫോൺ വയ്ക്കുകയാണ്. സ്റ്റാൻലി ജോസഫ് പുറത്തു നിന്ന് അലീന ബാലചന്ദ്രനോട് സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. തൻ്റെ മകൾക്ക് സ്വന്തം അച്ഛനല്ല എങ്കിലും ബാലചന്ദ്രൻ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ്. അവൾ എന്നെക്കാളേറെ സ്നേഹിക്കുന്നത് ബാലചന്ദ്രനെ തന്നെയാണ്. അത് മനസ്സിലാക്കുന്ന സ്റ്റാൻലി ജോസഫിൻ്റെ കണ്ണുകൾ ചെറുതായിട്ടൊന്ന് നനയുന്നുണ്ട്. സ്റ്റാൻലി എന്നിട്ട് തിരിച്ചറിയുന്നുണ്ട്, ബാലചന്ദ്രന് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടിയാണ് അലീന ബാലചന്ദ്രന് തിരിച്ചു കൊടുക്കുന്നത്. താനും തൻ്റെ മകളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, സ്നേഹം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ ഉള്ളിലുണ്ട്, പക്ഷേ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ തൻ്റെ മകൾ തന്നെ വാനോളം ഉയർത്തിയനെ, ബാലചന്ദ്രനേക്കാളേറെ സ്നേഹിച്ചേനെ. എനിക്കും ഇനി മാറണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.